വജ്ര രചന ഹിമാനിവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവന്റെ മനസ്സ് ഇത് അംഗീകരിച്ചേ പറ്റൂ. അവനിനി എത്രയൊക്കെ ഷോ കാണിച്ചു കൂട്ടിയാലും എബിനും വജ്രയും എന്ന ഇക്വേഷൻ മാറാൻ പോകുന്നില്ലെന്ന് അവന്റെ കണ്ണിലും മനസ്സിലും പതിപ്പിച്ചേ പറ്റൂ. എനിക്ക് നിന്നെ വേണം, നിന്നോടൊപ്പം എന്റെ ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യണം. അത് അവനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിച്ചതിനെ അടങ്ങൂ. ഇപ്പം ഞാനും നീ ചേർന്ന് നിൽക്കുന്ന ഈ പിക്ചർ അവന്റെ തലച്ചോറിൽ നിന്നും മായാതിരിക്കണം. ഇനി അത് മാറാൻ പോകുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പതിയെ പതിയെ അവനെ തന്നെ ഒരുക്കിയെടുത്തേ പറ്റൂ. അല്ലാതെ എനിക്കോ നിനക്കോ മാത്രമല്ല, അവനും ബഷീറിന് പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. എന്റെ സ്നേഹം സത്യമാണെന്ന് അവന് ബോധ്യം വരും ഒരിക്കൽ. ആ ദിവസത്തിന് മാത്രമേ എന്നുള്ള അവന്റെ വെറുപ്പിനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂ. അതിനുശേഷം മാത്രമേ നമ്മളെ അവൻ അംഗീകരിക്കുകയുള്ളൂ. അവന്റെ ഉള്ളിലെ നിന്നുള്ള ഇഷ്ടം പിന്നീട് അവൻ തന്നെ ഒതുക്കാനും വായിക്കാനും നോക്കിക്കോളും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോ. ബഷീറിനെ തറപ്പിച്ചു നോക്കിയിരിക്കുന്ന പ്രണവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ബി പറയുന്ന കേട്ട് തലയിരിച്ച് അവരെ നോക്കി പകപ്പോടെ നിന്നുപോയി വജ്ര. കണ്ണിൽ നിന്നിറ്റ് വീണ കണ്ണുനീർ തുള്ളി പ്രണവിലേക്ക് ദൃഷ്ടി വായിക്കുന്ന നേരത്ത് കൈത്തണ്ടയിലേക്ക് തെറിച്ചു വീണിരുന്നു. സ്വബോധ മനസ്സ് നഷ്ടപ്പെട്ട പോലെ കലി തെളിഞ്ഞു വരുന്ന ആ കണ്ണിലേക്ക് ഉള്ളിൽ കുമിഞ്ഞു തുടങ്ങുന്ന പേടിയോടെ നെഞ്ചിൽ തിളക്കുന്ന സങ്കടത്തോടെ ബഷീർ നോക്കി നിൽക്കുന്നു. ആദ്യമായി കാണുന്ന പ്രണവിന്റെ കണ്ണിലെ തന്നെയുള്ള ദേഷ്യത്തെ ദഹിക്കാതെ സഹിക്കാതെ തിളക്കുന്ന നൊമ്പരത്തെ അടക്കി പിടിച്ച് കാതിലേക്ക് പാഞ്ഞെത്തുന്ന ഹൃദയമിടിപ്പ് മറ്റുള്ളവർ കേട്ടുപോകുമോ എന്ന ആശങ്കയിൽ തൊണ്ട വറ്റി വരണ്ട് പോയിരുന്നു. എബിനി ഇവളെ സ്നേഹിക്കുന്നു അല്ലേ നീലേ പറഞ്ഞു. അവന്റെ സ്നേഹത്തിന്റെ കണക്ക് പ്രണവിന്റെ നെഞ്ചിലെ സ്നേഹമായിട്ട് കൂട്ടിക്കിഴിച്ച് നോക്കിയോ? നീ നോക്കാൻ തോന്നി നിനക്ക്? കണ്ടെത്തിയ ഉത്തരം ഇതാണോടാ? എബിൻ മാത്യൂസ് ആണോ നിന്റെ ഉത്തരം? ശാന്തമായ എന്നാൽ അങ്ങേറ്റ ദേഷ്യം കടിച്ചു പിടിച്ച പ്രണവിന്റെ ശബ്ദവും ചോദ്യവും വജ്രയുടെയും ബഷീറിന്റെയും നെഞ്ചിൽ ഒരു മിന്നൽ പിണർ പായിച്ചിരുന്നു. അവന്റെ ഭാവമാറ്റം കണ്ട് എബിയും വല്ലാതാവുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും പതറിപ്പോയില്ലെന്ന് തന്നോട് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ സ്നേഹത്തെ കുറിച്ചല്ലാതെ ഇവന്റെ പേര് നിന്റെ നാവിലെങ്ങനെ പൊന്തി വന്നു? എന്നെ കാണാൻ കഴിയാത്ത നിന്റെ കണ്ണെങ്ങനെയാ ഇവന്റെ സ്നേഹത്തെ കണ്ട് പറയാൻ? ബഷീറിന്റെ നിശബ്ദതയെ മുറിച്ച് അകലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ കൈകളുടെ മേലിരിക്കുന്ന ബഷീറിന്റെ കൈകൾ പിടിച്ചുലച്ച് ഒരലർച്ചയായിരുന്നു അത്. ചെറിയ കാറ്റ് വീശി ചെറുതണുപ്പ് കൈമാറി അകന്നുപോകുന്ന അന്തരീക്ഷത്തിലും വജ്രയും ബഷീറും ഉരുകുമ്പോൾ എബിന്റെ ഉള്ളിൽ എവിടെയാ അവന് ഉപേക്ഷിച്ച പ്രണവിനോടുള്ള അലിവ് വീണ്ടും കിനിഞ്ഞു തുടങ്ങിയിരുന്നു. നിന്റെ മനസ്സ് പരിഹാസവും അമർഷവുമായിരുന്നു ബഷീറിന്റെ വാക്കിലും നോക്കിലും. കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചിട്ടാവും. ബഷീറിന്റെ ശബ്ദത്തിന് കടുപ്പമുയരം തുടങ്ങും മുമ്പേ പ്രണവിന്റെ കൈകൾ അവന്റെ കോളിൽ പിടിമുറുക്കിയിരുന്നു. ഇവളെന്റെ കൂടപ്പിറപ്പാണെന്ന് എന്റെ നാവിൽ നീ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ എവളോ മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു പ്രണവെങ്കിൽ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു ബഷീറും വജ്രയും. എബി പല്ലിയരിച്ചമർത്തി മറ്റെങ്ങോ നോക്കി. ആ ചോദിച്ച ചോദ്യം പ്രണവിന് വജ്രയുള്ള ഫീലിംഗ് മനസ്സിലാക്കിയ നിമിഷം താൻ തന്നെ മനസ്സിനോട് ചോദിച്ചതാണ്. വജ്രയും പ്രണവും ബഷീറും കൂട്ടായത് മുതലുള്ള ഓരോ ദിവസങ്ങൾ ഓർമ്മയിലിട്ട് കീറി മുറിച്ച് പരിശോധിച്ച ഒടുവിൽ അതിനുത്തരവും കണ്ടെത്തിയിരുന്നു. ഇല്ല, ഒരിക്കൽ പോലും അവന്റെ വായിൽ നിന്ന് ആ വാക്ക് വീണിട്ടില്ല. ശരിയാ, അവൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ ഞാനത് തിരുത്തിയിട്ടില്ല. എനിക്ക് അവളോട് തോന്നുന്ന ഇഷ്ടത്തിന്റെ ശരിക്കുള്ള ഭാവം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അപ്പോഴൊന്നും കൂട്ടുകാരിയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരിക്കലും കൂടപ്പിറപ്പിന്റെ സ്ഥാനങ്ങളും തിരിച്ചറിയുമ്പോഴേക്കും എനിക്കത് തുറന്നു പറയാൻ പേടിയാവുന്ന തരത്തിൽ ഇവളുടെ ഉള്ളിൽ എന്നെ ഒരു ഫ്രണ്ടിനേക്കാൾ കൂടുതൽ സഹോദരന്റെ സ്ഥാനത്ത് അവള് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു, സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു. തോറ്റുപോയി ഞാൻ. പക്ഷേ എനിക്കെന്റെ ഇഷ്ടത്തെ വേണമായിരുന്നു. ആ ഇഷ്ടത്തിൽ എൻ്റെ ജീവൻ വെച്ച് പോന്നിരുന്നു ഞാൻ. കണ്ണീര് വീണ് മുഖം ചുവന്ന് വല്ലാത്തൊരവസ്ഥയിൽ എത്തിയേൽക്കുന്നവനെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയി ബഷീർ. വജ്രയുടെ ഉള്ളിലെരിയുന്ന തീയുടെ ചൂട് കണ്ണിലൂടെ ഒഴുകുന്ന നീരിനുമുണ്ടായിരുന്നു. എബിയുടെ കയ്യിൽ മുറുകുന്ന അവരുടെ വിരലുകൾക്ക് മേൽ അവനൊന്നുകൂടി അമർത്തി പിടിച്ചു. ആ മാനസിക സംഘർഷത്തിന്റെ തോത് അവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. കരച്ചിലിനിടയിലൂടെ ശ്വാസം ഒന്നെടുത്ത് പ്രണവ് വീണ്ടും ബഷീറിന്റെ കോളിൽ പിടിമുറുക്കി. കിതപ്പോടെ ദേഷ്യത്തോടെ നിറകണ്ണുകളോടെ എബിനും വജ്രയും നിൽക്കുന്നിടത്തേക്ക് നോക്കി. ഇവൻ എന്തറിയാം നമ്മുടെ വജ്രയെ കുറിച്ച്? അവളുടെ ഇഷ്ടങ്ങൾ, ചോയ്സുകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. എപ്പോ സങ്കടം വരും, എന്തിനൊക്കെ സങ്കടം വരും, എപ്പോ ഹാപ്പി ആവും, എന്തൊക്കെ അവളെ ഹാപ്പി ആക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഡ്രസ്സ്, സിനിമ, പാട്ട്. ഇവൻ ഇഷ്ടം തോന്നുന്ന കുഞ്ഞു പൊട്ടുപോലെ ഏത് നിറമാണെന്ന് തുടങ്ങി എനിക്കറിയും പോലെ, ഞാൻ കെയർ ചെയ്യും പോലെ ഇവനിനി എത്ര ജന്മം എടുത്താലും പറ്റുമോ, കഴിയോ ഇവനെന്നെ പോലെ അവളെ സ്നേഹിക്കാൻ? തന്നെ നോക്കി അലറി ചോദിക്കുന്ന പ്രണവിനെ കണ്ട് എബിയുടെ ക്ഷമ വീണ്ടും നശിച്ചു തുടങ്ങിയിരുന്നു. മറുപടി കൊടുക്കാനെന്ന പോലെ മുന്നോട്ടായാനായി വജ്രയുടെ ഇടത് കൈയിൽ അവന്റെ കൈ അയഞ്ഞു തുടങ്ങിയതും അവൾ അതൊന്നുകൂടി മുറുക്കി പിടിച്ചു. എബി തലയരിച്ച് അവളെ നോക്കി. കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം പേറി അരുതെന്ന് തലയരിപ്പിച്ച് കണ്ട് മുറുകി വന്ന ശ്വാസത്തെ ഒന്ന് അയച്ചു വിട്ടുകൊണ്ട്
പ്രണവിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിന്നു. രണ്ടാണ് പ്രണവ്. നീ പറയുന്ന നിന്റെ ഇഷ്ടം അവിടെ ജീവനെടുക്കുകയുള്ളൂ, സമനില തെറ്റിക്കുകയുള്ളൂ. എബിയുടെ സ്നേഹത്തിന്റെ അളവെടുക്കാൻ പോയിട്ടില്ല ഞാൻ. അതവിടെ കണ്ണിലുണ്ട്. നിന്റെ മനസാക്ഷിയുടെ കണ്ണുറന്ന് നീ നോക്കാതെ നിനക്കത് ഈ ജന്മം മനസ്സിലാവില്ല. ഇനിയും നിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? അവന്റെ പിടിയിൽ നിന്ന് സ്വന്തം കൈകൾ ശക്തിയോടെ കുടഞ്ഞെറിഞ്ഞ് ഇടർച്ചയോടെ എന്നാൽ ശബ്ദമുയർത്തി പറഞ്ഞ് ബഷീർ പ്രണവിന്റെ പുറകിലേക്ക് തള്ളി. വീണ്ടും വീണ്ടും തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തന്റെ മനസ്സ് മനസ്സിലാക്കാൻ സംസാരിക്കുന്ന അവനെ, തന്നെ തട്ടിമാറ്റുന്ന അവനെ കലിയോടെ അതിലേറെ അലതല്ലുന്ന നോവോടെ പ്രണവ് നോക്കി. വിരൽ കൊണ്ട് കണ്ണമർത്തി രണ്ടടി നീങ്ങി ചെരിഞ്ഞ് മുഖം തിരിച്ചിരുന്നു ബഷീർ. ഒഴുകി പരുന്ന കണ്ണുനീർ ഷോൾഡർ ഉയർത്തി തുടച്ചെടുത്ത് പല്ലി ഞെരിച്ചമർത്തുമ്പോൾ എല്ലാത്തിനും കാരണക്കാരനാണെന്നവൻ വിശ്വസിക്കുന്ന എബിയോടുള്ള ദേഷ്യം പ്രണവിന്റെ സിരകളിൽ കത്തിക്കയറി തുടങ്ങി. അരികിൽ വജ്രയുണ്ടെന്നവൻ മറന്നു. തന്റെ വാക്കുകളിൽ പൊള്ളിപ്പിടിഞ്ഞ് മൃതജീവനായി നിൽക്കുന്നുണ്ടാവളെന്ന് മറന്നു. ആൾക്കുള്ളിൽ എരിയുന്ന കനൽ കത്തിക്കരിഞ്ഞു പോയേക്കുമെന്നും മറന്നു. എബിൻ, അവന്റെ മുഖം, അവന്റെ വാക്കുകൾ, അത് മാത്രം കാതിൽ ചിലമ്പുന്നു. ഒരു നിമിഷം കൊണ്ട് എബിയെ ലക്ഷ്യമാക്കി വെട്ടിത്തിരിഞ്ഞെന്ന അതേ സെക്കൻഡിൽ അവന്റെ മുന്നിലേക്ക് വജ്ര കയറി നിന്നിരുന്നു. ആ മുഖം കരഞ്ഞു കറങ്ങി ചുവന്ന കണ്ണുകളിൽ തിരയടിക്കുന്ന ഭാവം. നെഞ്ചിലേക്ക് ഒരു മിന്നൽ പാഞ്ഞു കയറി. വജ്ര എന്ന് തേങ്ങിക്കൊണ്ട് ബോധ മനസ്സുണർന്നു. എൻ്റെ ഇഷ്ടങ്ങൾ നിനക്കറിയാം, എൻ്റെ സ്വപ്നങ്ങൾ നിനക്കറിയാം, എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വരെ നിനക്കറിയാം. ശരിയാ, പക്ഷെ നിന്നെ ജീവനെ പോലെ സ്നേഹിച്ച് എൻ്റെ മനസ്സറിഞ്ഞിട്ടുണ്ടോ നീ? നിന്റെ സ്വാർത്ഥമുണ്ട്. ഓരോ തവണ നീ ആ മനസ്സിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലെന്ന്, എന്നെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. എബിയുടെ പ്രസൻസ് ഉണ്ടാകുന്ന ഓരോ കാര്യത്തിലും സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ച് നീ നിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കായിരുന്നു എന്നിലേക്ക്. ആളുടെ നെഞ്ചിലേക്ക് രണ്ടിട്ട് കണ്ണുനീർ ഇറ്റി വീണു. പക്ഷെ ആ കണ്ണുകളിൽ തിളച്ചെന്ന രോഷത്തിന് ഒരൽപ്പം പോലും മങ്ങലേറ്റില്ല. പ്രണവ് ആ കണ്ണുകളിൽ നിന്ന് അണുവീണ നോട്ടം മാറ്റിയില്ല. പ്രാണവേദന പകർന്ന് ചങ്കിലേക്ക് കത്തി കുത്തിക്കയറി തുടങ്ങിയാണ്. അറ്റ് ദി എൻഡ് നീ എന്നെ ജീവനോടെ കത്തിച്ചു. ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രണവിനെയും ആ ചാരത്തിലേക്ക് ഇട്ടു നീ. ആ നിനക്ക് തരാൻ ഇനി ഒരിറ്റ് കണ്ണീര് തൂവാൻ പോലും പറയില്ലാതെ പാട്ടിലേക്ക് ഉരുകിയൊലിച്ച് പോയിരിക്കുക എൻ്റെ മനസ്സ്. ഇടർച്ചയോടൊന്ന് നിർത്തി അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എന്തിനാണ് ഇങ്ങനെ ആയി? നിന്റെ സന്തോഷമായിരുന്നില്ലേടാ ഞാൻ? എന്റെ പ്രാണനായിരുന്നില്ലേ നീ? കൂടെ പിറപ്പാണെന്ന് പറഞ്ഞിട്ടില്ല പോലും. എന്നെ ഇത്രയ്ക്ക് ശിക്ഷിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു പ്രണവ്? ഇങ്ങനെ എന്നെ ഇല്ലാതാക്കണമായിരുന്നോടോ? തളർച്ചയോടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവന്റെ കോളറിൽ പിടിച്ചുലച്ച് അവനിലേക്ക് ചാഞ്ഞു പോയപ്പോൾ ആ ചോദ്യം കേൾക്കാനും ആ പൊട്ടിക്കരച്ചിൽ കാണാനും ആവാതെ കരഞ്ഞുകൊണ്ട് അവനും അവളെ ചേർത്ത് പിടിക്കാൻ കൈ ഉയർത്തി. ആ സെക്കൻഡിൽ സ്വബോധം വന്ന പോലെ ഞെട്ടിപ്പിടഞ്ഞ് നേരെ എന്ന വജ്ര അടുത്ത നിമിഷം തന്നെ അവന്റെ പിടിവിട്ട് രണ്ടടി പുറയിലേക്ക് മാറി. ആ കണ്ണുകൾ വീണ്ടും കലികെട്ടിയാടി. ഞാൻ പറഞ്ഞിരുന്നൊരു വാക്ക് പോലും മാറില്ല പ്രണവ്. അവസാനമായിട്ട് വീണ്ടും ഒന്നേ പറയാനുള്ളൂ. ഞാൻ എബിയെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് എബിയോടൊപ്പം മാത്രമായിരിക്കും. എന്നേക്കാൾ കൂടുതൽ ഞാൻ അവനെ വിശ്വസിക്കുന്നു. ഞാൻ ഇല്ലാണ്ടായ പോലും ആ വിശ്വാസം ഇല്ലാണ്ടാവില്ല. ആർക്കും അത് ഇല്ലാതാക്കാനും കഴിയില്ല. അവൻ എന്നുള്ള ഇഷ്ടത്തിന്റെ അളവും സത്യസന്ധതയൊക്കെ നിന്റെ മുമ്പിൽ തെളിയിക്കുമായിരുന്നു ഞാൻ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ സ്നേഹിച്ച പ്രണവായിരുന്നെങ്കിൽ ഇത് പക്ഷേ മറ്റാരോ ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാണാൻ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരാൾ. അതുകൊണ്ട് കിതച്ചു പോയിരുന്ന അവൾ എബി ആവട്ടെ അരിയിലേക്ക് വന്നിരുന്ന പ്രണവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. ബഷീർ അപ്പുറം ചെരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കൂടി അവന്റെ നിറഞ്ഞ കണ്ണുകൾ വജ്ര കണ്ടിരുന്നു. ഉള്ളിലെ ഭാരം എത്ര കണ്ട് കൂടിയോ അത്രയും കാഠിന്യത്തിൽ പ്രണവിനോടുള്ള അമൃഷവും കുമിഞ്ഞുകൂടി. ഇനി എനിക്ക് നിന്നോട് പറയാനൊരു വാക്ക് പോലുമില്ല. എന്ന് നിനക്ക് മാറാൻ കഴിയോ അന്ന് ഇനി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാവൂ. സ്വയം മാറാൻ നീ തീരുമാനിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു പരിചയക്കാരിയുടെ റോൾ പോലും ഞാൻ ഉണ്ടാവില്ല. വജ്രയുടെ ലൈഫിൽ നിന്നും പ്രണവിന്റെ പേര് എന്നേക്കുമായി വെട്ടിയിരിക്കും. സമയം ഇനി നീ എത്ര എടുത്താലും നിന്റെ ഇഷ്ടമുണ്ടല്ലോ. വീര്യം കൂടി എനിക്കുള്ള പോയിസൺ, അതൊരു തുള്ളി പോലും തട്ടി തെറിപ്പിച്ചു വേണം കൺമുമ്പിൽ വന്ന് നിൽക്കാൻ. ക്ഷമിക്കാൻ ഞാൻ, മനസ്സിലാക്കാൻ ഞാൻ. നീ നിന്റെ തെറ്റ് തിരുത്താൻ തയ്യാറാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം പറഞ്ഞു തന്നെ നടക്കും. എൻ്റെ ലൈഫിൽ നിന്നും പ്രണവ് എന്ന പേര് ഞാൻ വലിച്ചെറിയും. ദൃഢമായ ആ പറച്ചിൽ കേട്ട് നിറഞ്ഞ കണ്ണ് മായ്ക്കാനെന്ന പോലെ പ്രണവ് രണ്ട് കൈകൾ കൊണ്ട് മുഖമൊന്നാകെ അമർത്തി തുടച്ചു. ശ്വാസമൊന്ന് നീട്ടിയെടുത്തു. എനിക്കുള്ള ആരാണെന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും പ്രണവ്. എൻ്റെ മേലൊരു ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുള്ള കാലം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഐ മീൻ ലവ് വിത്ത് വജ്ര. അവളെന്നെ വേണമെന്ന് ആഗ്രഹിക്കും വരെ എബിൻ മാത്യൂസ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിന്നെ തോൽപ്പിക്കാനോ നിന്റെ കണ്ണീര് കാണാനോ അല്ല. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാനിവിടെ വിട്ടുകളയില്ല, വിട്ടുതരിയല്ല. അവസാന വാചകൽപ്പം കടുപ്പിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത്. വജ്രയെ തലയിരിച്ച് നോക്കി ആ കൈകോർത്തി പിടിച്ചൊരിക്കൽ കൂടി പ്രണവിനെ നോക്കി.
അവൻ ഇരുവരെയും തീക്ഷ്ണമായി മാറി മാറി നോക്കി പിറകിലേക്ക് നടന്ന് ബഷീറിന്റെ കൈത്തണ്ടിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നീക്കി നിർത്തി. തീരെ പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ബഷീർ ഞെട്ടിയെന്നത് സത്യമാണ്. ഓഹോ, 3 പേർക്ക് ഒരേ അഭിപ്രായം, ഒരേ കൺക്ലൂഷൻ അല്ലേ? ഈ ഞാൻ പുറത്ത്, എന്നേക്കുമായി പുറത്ത്. എനിക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാൻ മാത്രം. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവന്റെ ഭാവമാറ്റവും ശബ്ദത്തിലെ കാഠിന്യവും പ്രണവ് എത്രത്തോളം മാനസിക സംഘർഷത്തിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ ഉയരുകയാണെന്ന് വേദനയോടെ ബഷീർ മനസ്സിലാക്കുമ്പോൾ അതേ നോവോടെ മുഖം തിരിച്ചിരുന്നു വജ്ര. ഇതല്ലേ നീ ആഗ്രഹിച്ച ബിൻ? എന്റെ ജീവനായവരിൽ നിന്ന് എന്നെ പിരിക്കുക. ഞാൻ ആ വേദനയിൽ തളരുമ്പോ ഇപ്പൊ ചിരിക്കും പോലെ മനസ്സിൽ ഉറക്കെ ചിരിക്കണം. അതല്ലേടാ നിന്റെ എയിം. ഇവർക്കത് മനസ്സിലാവില്ല, പക്ഷേ എനിക്ക് കാണാൻ നിന്റെ ചിരി. പരിഹാസത്തോടെയും പുച്ഛത്തോടെയും അവനെ പറഞ്ഞു തീരുമ്പോഴേക്കും പല്ലിയരിച്ചമൃതി സ്വന്തം നെറ്റിൽ കൈപ്പത്തി കൊണ്ട് ആഞ്ഞടിച്ചിരുന്നു എബി. നിനക്ക് ഭ്രാന്താണ് പ്രണവ്, അലർച്ചയായിരുന്നത്. ബഷീറിന്റെ ഇടതുകയിൽ ചുറ്റിപ്പിടിച്ച് തളർച്ചയോടെ അവന്റെ തോളിലേക്ക് നിസ്സംഗതയോടെ മരവിച്ച പോലെ ചാഞ്ഞിരുന്നു വജ്ര. നിസ്സായതയോടെ അവനവളെ ചേർത്ത് പിടിച്ചു. അതേടാ, ഭ്രാന്ത് തന്നെയാ. സത്യം അറിയാവുന്നുള്ള ഭ്രാന്ത്. വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന എന്നുള്ള പക തീർക്കാൻ, നീ ഉണ്ടാക്കിയെടുത്ത നാടുകാണിൽ നിന്ന് തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. അരികിൽ കിടന്നിരുന്ന ഏതോ കുട്ടികൾ ഉപേക്ഷിച്ചുപോയ പഴയ പ്ലാസ്റ്റിക് കളിപ്പാട്ടം കാലുകൊണ്ട് ശക്തമായി തട്ടിത്തെറിപ്പിച്ച് അവൻ ശബ്ദമുയർത്തി. ബഷീറിന്റെ തോളിൽ ചാഞ്ഞ് നിർജീവമായ കണ്ണുകളോടെ മണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന പെണ്ണിനെ കിതപ്പോടെ വേദനയോടെ നോക്കി. ഭാവം കടുത്തത് ഞൊടിയിടയിലാണ്. എന്നെ സ്നേഹിക്കാൻ, എന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല വജ്ര. പക്ഷേ നീ എന്നെ സ്നേഹിക്കുമെന്നുള്ള എന്റെ ഇഷ്ടം ഉൾക്കൊള്ളുന്ന പ്രതീക്ഷ ഞാൻ ഒരിക്കലും കളയില്ല. പക്ഷേ എന്റെ ജീവൻ പോകും വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഒപ്പം ഇവൻ എന്താണ് യഥാർത്ഥത്തിലെന്ന് തെളിയിക്കുകയും ചെയ്യും. നീ തിരിച്ചറിയും, ഈ പ്രണവിനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന്. നീ എന്റെ ആന്ന് നീ തന്നെ പറയും. എനിക്ക് ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ മരിക്കേണ്ടി വന്നാൽ അത് സംഭവിക്കില്ല പ്രണവ്. അവൻ പറഞ്ഞു നിർത്തും മുമ്പേ ശാന്തമായ എന്നാൽ ദൃഢമായ സ്വരത്തിൽ അവളത് പറഞ്ഞു കേട്ട് അവനൊന്ന് ചിരിച്ചു. വേദന തിങ്ങി നിറച്ച ചിരി. അതിനു മുമ്പ് ഞാനങ്ങ് പോയില്ലേടി. എന്റെ ജീവനെടുക്കുന്ന നിന്നുള്ള എന്റെ സ്നേഹമാണെങ്കിൽ സന്തോഷത്തോടെ ഞാനത് കൊടുത്തയക്കും. പക്ഷേ അതിനൊരു സെക്കൻഡ് മുന്നെങ്കിലും നിന്റെ പ്രണയത്തിന് ഇവനിട്ടിരിക്കുന്ന വില ഞാൻ നിന്റെ മുമ്പിലേക്ക് ഇട്ടുതരും. അത്രയും പറഞ്ഞവൻ ബഷീറിനെയും വജ്രയും മാറി മാറി നോക്കി പുറകിലേക്ക് നടന്നു. ഒടുവിൽ കണ്ണു നിറച്ച് ഒന്നുകൂടി നോക്കി ഇടവഴിയിലേക്ക് കയറി. ആരുടെ കാഴ്ചയിൽ നിന്ന് അവൻ മറഞ്ഞതും ശരീരത്തിന്റെയും മനസ്സിന്റെയും ബലം നഷ്ടപ്പെട്ട് മുഖം പൊത്തി മണ്ണിലേക്ക് ഊർന്നു വീണ് മുട്ടൂത്തിയിരുന്ന് പരിസരം മറന്ന് കരഞ്ഞുപോയ വജ്രയെ നോക്കി നിസ്സായരായി എബിയും ബഷീർ അവൾക്കടുത്തായിരുന്നു. ആ കരച്ചിലും തന്റെ സ്നേഹം വില കുറച്ച് തരം താഴ്ത്തപ്പെട്ടവർക്ക് ദേഷ്യവും വിഷമവും കൊണ്ട് എബി അവന്റെ തല താങ്ങി പിടിച്ചിരുന്നു. എന്തു പറഞ്ഞ് ഇരുവരെയും സമാധാനിപ്പിക്കുമെന്നോർത്തും പ്രണവിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തും തീ ചൂളയിൽ ഉരുകും പോലെ ബഷീറും ഇരുന്നു. ഫാനിൽ നിന്ന് തൂങ്ങിയാടുന്ന കയറിലേക്ക് നോക്കി പ്രണവ് ചിരിച്ചു. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. വജ്ര എന്ന് നേർമയായി ആർദ്രമായി വിളിക്കുമ്പോൾ അവൻ അവിടെ ആ സ്കാർഫ് നെഞ്ചോട് ചേർത്തിരുന്നു. ഈ ആറാമെല്ലാം ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞവരെത്ര. ശരിയാണെന്ന് നീയും പറയാതെ പറഞ്ഞില്ലേ എന്ന്. നിന്നെ സ്നേഹിക്കാനുള്ള കൊതിയോടെയാ എല്ലാം കണ്ടില്ലെന്നടിച്ച് ഓരോ ദിവസവും ഞാൻ ജീവിച്ച്. ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നല്ലേ നീ ഇന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. പൊരുതാൻ തോന്നിയിരുന്നു, നിന്നെ വിട്ടുകൊടുക്കലാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ നിന്റെ കണ്ണിൽ കണ്ട വെറുപ്പ് താങ്ങുന്നില്ലടി എനിക്കത്, മായുന്നില്ലടി മനസ്സിന്നത്. അത്രയും പറഞ്ഞവൻ ആ സ്കാർഫ് അമർത്തി മുത്തിക്കൊണ്ട് പതിയെ കഴുത്തിൽ ചുറ്റിവെച്ചു. ഇതും കൊണ്ട് പോവാ ഞാൻ. നിമിഷ നേരം കൊണ്ട് കയറിലേക്ക് തലകുരുക്കുകയും ചവിട്ടിന്ന സ്റ്റൂള് താഴേക്ക് മറിയുകയും ചെയ്തു. കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. നാവ് വിറച്ചു. കൈകൾ പിടഞ്ഞു. ഒരിറ്റ് ശ്വാസത്തിനായി ശരീരം കേണു. നിമിഷങ്ങൾക്കുള്ളിൽ ജീവനറന്നു. നിശ്ചലമായ അവന്റെ ശരീരം തൂങ്ങി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.